നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ല രുചികരമായ സേമിയ പുലാവാണ്. സമയം കളയാതെ ആദ്യം ആവശ്യമായ ചേരുവകൾ നോക്കാം. ആവശ്യമായ ചേരുവകൾ: വറുത്ത കടല 50 ഗ്രാം, നാരങ്ങ 1 എണ്ണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 6 പച്ചമുളക്. ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് ഒരു പേസ്റ്റ് തയ്യാറാക്കി വയ്ക്കുക. കറുവപ്പട്ട 3 ചെറിയ കഷ്ണം, ഗ്രാമ്പു 4 എണ്ണം, ഏലക്ക 4 എണ്ണം, ബീൻസ് 3 എണ്ണം അരിഞ്ഞത്, ക്യാരറ്റ് 2 എണ്ണം അരിഞ്ഞത്, വറുത്ത സേമിയ 400 ഗ്രാം, സവാള 2 എണ്ണം അരിഞ്ഞത്, ഗാർണിഷ് ചെയ്യാൻ ഒരു സവാള അരിഞ്ഞത്. ആദ്യം വറുത്ത സേമിയ ഒരു പാനിലേക്കിട്ട് ചെറുതായി ഒന്നുകൂടി വറുത്തെടുക്കാം. ഇതിലൂടെ നല്ലൊരു മണവും രുചിയും ലഭിക്കും. അതിനുശേഷം സേമിയ ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇനി ഗാർണിഷിനായി അരിഞ്ഞു വെച്ച ഒരു സവാള വറുത്തെടുക്കാം. സവാള പെട്ടെന്ന് നല്ല ഗോൾഡൻ നിറത്തിൽ വറുത്തു കിട്ടാൻ ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു പഞ്ചസാരയും ചേർക്കാം. നന്നായി വറുത്ത ശേഷം അതും മാറ്റിവെക്കാം. ഇനി അതേ പാനിലേക്ക് 3 ടീസ്പൂൺ എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ചേർത്ത് നന്നായി വഴറ്റാം. അതിലേക്ക് അരിഞ്ഞു വെച്ച 2 സവാള ചേർത്ത് ലൈറ്റ് ഗോൾഡൻ നിറമാകുന്നതുവരെ വഴറ്റുക. തയ്യാറാക്കി വെച്ച ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് പച്ചമണം മാറുന്നതുവരെ നന്നായി ഇളക്കാം. ഇപ്പോൾ 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഇളക്കിയ ശേഷം അരിഞ്ഞു വെച്ച ബീൻസും ക്യാരറ്റും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. പാൻ അടച്ച് 5 മിനിറ്റ് വേവിക്കാം. അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നന്നായി ഇളക്കി വീണ്ടും 5 മിനിറ്റ് കൂടി അടച്ചു വേവിക്കാം. പച്ചക്കറികൾ നന്നായി വെന്തു കഴിഞ്ഞാൽ നേരത്തെ വറുത്തുവെച്ച സേമിയ ചേർത്ത് നന്നായി യോജിപ്പിക്കാം. ഇനി അതിലേക്ക് കുറച്ചു വറുത്ത സവാള, ആവശ്യത്തിന് മല്ലിയില, കുറച്ചു വറുത്ത കടല എന്നിവ ചേർക്കാം. ശേഷം ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞു ചേർക്കുക. ഇനി സേമിയ മുങ്ങി നിൽക്കാൻ മാത്രം ചൂടുവെള്ളം ഒഴിച്ച് എല്ലാം നന്നായി ഇളക്കുക. അടച്ച് 10 മിനിറ്റ് വേവിക്കാം. 10 മിനിറ്റിന് ശേഷം വെള്ളം മുഴുവൻ വറ്റി സേമിയ നന്നായി വെന്തു പൊങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ സേമിയ പുലാവ് തയ്യാറായി കഴിഞ്ഞു. ഒരു കാസറോളിലേക്ക് മാറ്റി ബാക്കി വെച്ച വറുത്ത സവാള, വറുത്ത കടല, മല്ലിയില എന്നിവ വിതറി ഗാർണിഷ് ചെയ്ത് ചൂടോടെ വിളമ്പാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.